ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലോകം മുഴുവൻ ആരാധകരുള്ള സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 1 ആണ്. ഞാനിത് എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എപ്പിസോഡ് 1 ആണ്. അപ്പോൾ ഇനി എന്താ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്സ്, കമൻറ്റ്സ് എന്നിവ നൽകി പ്രോത്സാഹിപ്പിക്കണം എന്ന പതിവ് പല്ലവികൾക്ക് ശേഷം അടുത്ത ബെല്ലോട് കൂടി നമുക്ക് സീസൺ ആരംഭിക്കാം. അതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇനി എന്തായാലും തുടർച്ചയായി കഴിവതും എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്ക് നേരെ സീരീസിലേക്ക് പോകാം. 1983 നവംബർ 6 ഹോക്കിൻസിലെ US ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ലാബ് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് 1 ആരംഭിക്കുന്നത്. ആ ലാബിൽ ഒരു സയൻറ്റിസ്റ്റ് എന്തിനെയോ കണ്ട് പേടിച്ച് രക്ഷപ്പെടാനായി ലിഫ്റ്റിൽ കയറും. എന്നാൽ ലിഫ്റ്റിൻ്റെ മുകളിലൂടെ വന്ന ഭീകരജീവി ആ സയൻറ്റിസ്റ്റിനെ ലിഫ്റ്റിൻ്റെ മുകളിലേക്ക് തന്നെ വലിച്ചെടുക്കും. ഇതേ രാത്രിയിൽ തന്നെ 4 കൂട്ടുകാർ, ഇവർ 4 പേരുമാണ് ഈ സ്ട്രേഞ്ചർ തിങ്സിലെ നായകന്മാർ. അവർക്കേറെ ഇഷ്ടപ്പെട്ട ഡെങ്ക്യൂൺസ് ആൻഡ് ഡ്രാഗൺസ് എന്ന ഗെയിം കളിക്കാനായി കൂട്ടത്തിലുള്ള മൈക്കിൻ്റെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇതാണ് മൈക്ക്, ഇത് ലൂക്കസ്, ഇത് ഡസ്റ്റിൻ, ഇത് വിൽ. ഈ ഗെയിമിൽ കുറേ മോൺസ്റ്റേഴ്സ് ഉണ്ട്. അവരെ സൂപ്പർ പവേഴ്സ് ഉപയോഗിച്ച് തോൽപ്പിക്കണം. ഇപ്പോൾ കളിക്കുന്നത് ഡെമഗോർഗൺ എന്നൊരു മോൺസ്റ്ററിനെ തോൽപ്പിക്കാനാണ്. ഈ മോൺസ്റ്ററിനെ ഫയർബാൾസ് ഉപയോഗിച്ചാണ് ഇല്ലാതാക്കേണ്ടത്. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്കിൻ്റെ അമ്മ കരയൻ വന്നിട്ട് 15 മിനിറ്റ് സമയം തരും. അതിനുള്ളിൽ എല്ലാ എണ്ണവും കൂടും കുടുക്കയും എടുത്ത് വീട് പിടിക്കാൻ ആവശ്യപ്പെടും. ഒരു അരമണിക്കൂർ ചോദിച്ച് മൈക്ക് പിന്നാലെ ചെല്ലുന്നുണ്ട്. എന്നാൽ കരയൻ സമ്മതിക്കില്ല. ഉടനെ അച്ഛൻ ടെഡിനോട് അനുവാദം ചോദിക്കുമ്പോൾ അമ്മ എന്തു പറഞ്ഞോ അതുപോലെ ചെയ്യാൻ പറഞ്ഞ് ടെഡ് കൈയൊഴിയും. വീട്ടിലേക്ക് പോകാനിറങ്ങിയ ഡസ്റ്റിൻ മൈക്കിൻ്റെ ചേച്ചി നാൻസിയുടെ അടുത്തേക്ക് ചെല്ലും. അവനെ കണ്ട ഉടനെ തന്നെ നാൻസി ഒരു ചിരിയും ചിരിച്ച് കഥ കടയ്ക്കുന്നുണ്ട്. നിന്റെ പെങ്ങൾക്ക് പണ്ടൊക്കെ എന്ത് കാര്യമായിരുന്നു, ഇപ്പം നമ്മളെ കണ്ടാൽ കൂടി അറിയില്ലെന്ന് മൈക്കിനോട് ഡസ്റ്റിൻ പരാതി പറയുമ്പോൾ അവൾക്കിപ്പോൾ എന്നെ തന്നെ അറിയില്ല, പിന്നെയാ എൻ്റെ കൂട്ടുകാർ. ഇവരെല്ലാം പോയതും മൈക്കിൻ്റെ വീടിന് മുന്നിലെ ലൈറ്റ്സ് മിന്നി മിന്നി കത്തുന്നുണ്ട്. ഇതിപ്പോൾ എന്താ പറ്റിയതെന്ന് ആലോചിച്ച് അവൻ ലൈറ്റ്സ് അണച്ച് വീടിനകത്തേക്ക് പോകും. വിൽ താമസിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ലാബിൻ്റെ അടുത്താണ്. അതിലൂടെ പോകുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ സൈക്കിളിൻ്റെ ലൈറ്റ്സ് മിന്നിമറയുന്നത്. അത് കണ്ട് റോഡിലേക്ക് നോക്കിയ വിൽ കാണുന്നത് മനുഷ്യരൂപമുള്ള ഒരു ഭീകരജീവിയാണ്. ഇതോടെ അവൻ്റെ സൈക്കിളിന് നിയന്ത്രണം തെറ്റി വിൽ താഴേക്ക് വീഴും. നോക്കുമ്പോൾ ആ ജീവി അവൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട വില്ല് സൈക്കിൾ അവിടെ തന്നെ ഇട്ട് വീട്ടിലേക്ക് ഓടിപ്പോകും. വീട്ടിലെത്തി നോക്കുമ്പോൾ അമ്മയും ചേട്ടൻ ജൊനാഥനും അവിടെയില്ല. ആ ഭീകരജീവി പിന്നാലെ വരുന്നുണ്ടോയെന്നറിയാൻ വിൽ ജനൽ വഴി നോക്കുമ്പോൾ അവൻ്റെ വീടിന് നേരെ തന്നെ അത് നടന്നു വരുന്നുണ്ട്. അപകടം മനസ്സിലാക്കിയ വിൽ പെട്ടെന്ന് ഫോൺ എടുത്ത് അവൻ്റെ അമ്മയെ വിളിക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് ആ ഭീകരജീവി കതക് തനിയെ തുറന്ന് അകത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് അവൻ കാണുന്നത്. ഉടനെ വിൽ പുറത്തിറങ്ങി നേരെ അവരുടെ ഗ്യാരേജിലേക്ക് ചെല്ലും. അത് വന്നാൽ വെടിവെക്കാനായി ഉന്നം പിടിച്ച് നിൽക്കുമ്പോഴാണ് ആ ജീവി വീടിൻ്റെ മുകളിലൂടെ വരുന്നത്. ഇത് കണ്ട വില്ല് പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ്സ് ഒന്ന് മിന്നിമറയും. പിന്നെ കാണുന്നത് വിൽ നിന്ന സ്ഥലം ശൂന്യമാണ്. അവനെ ആ ജീവി പിടിച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ന്യൂസിൽ തലേന്ന് രാത്രി ഹോക്കിൻസിൽ മൊത്തം കറണ്ട് ഇല്ലായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പേരാണ് ജിം ഹോപ്പർ. ആള് ഹോക്കിൻസിലെ പോലീസ് ചീഫാണ്. രാവിലെ ജോലിക്ക് പോകാൻ റെഡിയാകുമ്പോഴാണ് വില്ലിൻ്റെ അമ്മ ജോയ്സ് അവനെ തിരക്കുന്നത്. വില്ലിൻ്റെ ചേട്ടൻ ജൊനാഥൻ വൈകിട്ട് പാർട്ട് ടൈമായി ജോലിക്ക് പോകുന്നുണ്ട്. ഈ കാര്യം അമ്മ ജോയ്സിന് അറിയില്ല. വില്ലിനെ തിരക്കി അവൻ്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവൻ അവിടെ ഇല്ല. ഇനി തലേന്ന് ഗെയിം കഴിഞ്ഞ് ചിലപ്പോൾ മൈക്കിൻ്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി കാണുമെന്ന് കരുതിയ ജോയ്സ് കരേനെ വിളിച്ച് വില്ല് അവിടെ ഉണ്ടോ എന്ന് തിരക്കുമ്പോൾ അവൻ അവിടെ ഇല്ല, രാത്രി തന്നെ വീട്ടിലേക്ക് പോയി എന്ന് കേൾക്കും. ഇതറിഞ്ഞ ജോയ്സ് ഒരല്പം ടെൻഷനാകുന്നുണ്ട്. വില്ലിന് സംഭവിച്ച അപകടം അറിയാതെ സ്കൂളിലെത്തിയ മൈക്കിനെയും ഡസ്റ്റിനെയും ലൂക്കസിനെയും ആ സ്കൂളിലെ 2 തൊരപ്പൻ പിള്ളേര് പിടിച്ചു നിർത്തും. എപ്പോഴും ഈ 2 പിള്ളേര് ഇവരെ ഉപദ്രവിക്കും. ഇത്തവണ ഇര ഡസ്റ്റിനാണ്. മൈക്കിൻ്റെ ചേച്ചി നാൻസിയും ഇതേ സ്കൂളിലാണ് പഠിക്കുന്നത്. നമ്മുടെ +2 പോലെ. ആൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. സ്കൂളിലെ പിള്ളേരുടെ ഹീറോയായ സ്റ്റീവ്, അവനാണ് നാൻസിയുടെ ബോയ് ഫ്രണ്ട്. ഇതും പറഞ്ഞ് നാൻസിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ബാർബ് അവളെ കളിയാക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ഹോക്കിൻസിലെ പോലീസ് ചീഫ് ഹോപ്പർ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ പണിയൊന്നുമില്ലാതെ ഗെയിം കളിച്ച് എൻജോയ് ചെയ്യുകയാണ്. ഹോക്കിൻസ് പൊതുവെ യാതൊരു പ്രശ്നങ്ങളുമില്ലാത്ത മൊത്തത്തിൽ സമാധാനത്തിൽ പോകുന്ന ഒരു സിറ്റിയാണ്. ഹോപ്പർ അകത്തേക്ക് ചെല്ലുമ്പോൾ ജോയ്സ് അവിടെ ഇരിപ്പുണ്ട്. വിൽ മിസ്സായോണ്ട് പരാതി കൊടുക്കാൻ ചെന്നതാണ്. ഹോപ്പറിൻ്റെ അഭിപ്രായത്തിൽ വിൽ അവൻ്റെ അച്ഛൻ ലൂണിയുടെ അടുത്തേക്ക് പോയി കാണും. ജോയ്സും ലൂണിയും പിരിഞ്ഞു താമസിക്കുകയാണ്. എന്നാൽ ജോയ്സിന് വിൽ ലൂണിയുടെ അടുത്തേക്ക് പോകില്ല, അവനെന്തോ അപകടം പറ്റിയതാണെന്ന് 100% ഉറപ്പാണ്. പിന്നെ
നമ്മൾ കാണുന്നത് ഹോക്കിൻസിലെ അപകടം നടന്ന ലാബാണ്. ഇവിടുത്തെ ഇൻചാർജ് ഡോക്ടർ ബ്രണ്ണർ എന്നൊരു ശാസ്ത്രജ്ഞനാണ്. ഹോക്കിൻസിലെ ജനങ്ങൾക്കറിയാത്ത വലിയൊരു രഹസ്യം ഈ ലാബിലുണ്ട്. അവിടെ അപ്സൈഡ് ഡൗണിലേക്ക് ഒരു ഗേറ്റ് ഉണ്ട്. അപ്സൈഡ് ഡൗണിനെ കുറിച്ചൊക്കെ വരുന്ന എപ്പിസോഡിൽ ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഇപ്പോൾ ലാബിലെ ഒരു ടീം ഇന്നലെ രാത്രി സയന്റിസ്റ്റിന് സംഭവിച്ച അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആ വാതിലിനടുത്ത് വന്നു നിന്ന് പരിശോധിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാം. ഇന്നലെ സയന്റിസ്റ്റിനെ ആക്രമിച്ചതും വില്ലിനെ ആക്രമിച്ചതും ഒരേ ജീവിയാണ്. അത് വന്നത് ഈ വാതിലിന് അപ്പുറമുള്ള അപ്സൈഡ് ഡൗണിൽ നിന്നാണ്. ഈ ശാസ്ത്രജ്ഞന്മാർക്കും അപ്സൈഡ് ഡൗണിനകത്ത് എന്താണുള്ളതെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നതേയുള്ളൂ. ഇതുകൂടാതെ ഈ ലാബിൽ ഇവർ പരീക്ഷണം നടത്തിയ ഒരു പെൺകുട്ടിയെയും ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. അവൾ എന്തായാലും അധിക ദൂരം പോയി കാണില്ലെന്ന് ഡോക്ടർ ബ്രണ്ണറിന് ഉറപ്പാണ്. അയാൾ കരുതിയതുപോലെ തന്നെ ആ പെൺകുട്ടി ലാബിന്റെ അപ്പുറത്തെ ഭാഗത്തെ ഒരു റെസ്റ്റോറൻറ്റിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ബെന്നി എന്നൊരാളുടെ റെസ്റ്റോറൻ്റാണിത്. ലാബിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി വിശപ്പ് സഹിക്കാനാവാതെ റെസ്റ്റോറൻറ്റ് അടുക്കളയിൽ കയറി അവിടെ വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കും. ഇത് കണ്ടുകൊണ്ടാണ് ബെന്നി അവിടേക്ക് വരുന്നത്. തല മൊട്ടയടിച്ചിരിക്കുന്നത് കൊണ്ട് അതൊരു ആൺകുട്ടിയാണെന്നാണ് അയാൾ ആദ്യം കരുതുന്നത്. മുഖം കാണുമ്പോഴാണ് അതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാകുന്നത്. സ്കൂളിൽ മൈക്കിൻ്റെയും കൂട്ടുകാരുടെയും പ്രിയപ്പെട്ട അധ്യാപകനാണ് ക്ലാർക്ക്. ഇവർക്കൊരു റേഡിയോ ക്ലബ്ബുണ്ട്. അതിലേക്ക് ക്ലാർക്ക് ഓസ്ട്രേലിയയിൽ നിന്നും പുതിയ റേഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിൻസിപ്പൽ വന്നിട്ട് പോലീസ് ചീഫിന് കുട്ടികളെ കാണണമെന്ന് പറഞ്ഞ് മൈക്കിനെയും കൂട്ടരെയും ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത്. ബില്ലിനെക്കുറിച്ച് ചോദിക്കുമ്പോഴുള്ള പിള്ളേരുടെ കലപില കേട്ട് ആരെങ്കിലും ഒരാൾ സമാധാനത്തോടെ സംസാരിക്കാൻ ഹോപ്പർ ആവശ്യപ്പെടും. ഉടനെ പിള്ളേര് വീണ്ടും കലപിലാന്നു തുടങ്ങും. ഇവന്മാരോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ഹോപ്പർ സ്കൂൾ വിട്ടാൽ മൂന്നും ബില്ലിനെ അന്വേഷിച്ച് കറങ്ങി നടക്കാതെ നേരെ വീട്ടിൽ പൊക്കോളണമെന്ന് വാണിംഗ് കൊടുത്തിട്ട് പോകും. ബില്ലിനെ കാണാഞ്ഞിട്ട് ജോയ്സ് അവൻ ഒളിച്ചിരിക്കുകയാണെന്ന് കരുതി ജൊനാഥനൊപ്പം വീടിനടുത്തുള്ള കാട്ടിലും അവൻ സ്വന്തമായി ഉണ്ടാക്കിയ തടി കൊണ്ടുള്ള ഒരു കുഞ്ഞു വീട്ടിലുമെല്ലാം നോക്കുന്നുണ്ട്. ബിൽ അവിടെ ഒന്നുമില്ല. നമുക്കറിയാലോ അവനെ ആ ഭീകരജീവി പിടിച്ചോണ്ട് പോയെന്നുള്ള കാര്യം. എന്നാൽ അസ്വാഭാവികമായ രീതിയിൽ അവൻ്റെ ആ കുഞ്ഞു വീട്ടിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വീശുന്നുണ്ട്. പക്ഷെ ജോയ്സും ജൊനാഥനും അത് കാണുന്നില്ല. ഇതൊക്കെ എന്താണെന്ന് വഴിയെ മനസ്സിലാകും കേട്ടോ. ബെന്നി ആണെങ്കിൽ ഭക്ഷണം മോഷ്ടിച്ച പെൺകുട്ടിയുടെ കോലം കണ്ടിട്ട് അയാളുടെ ഒരു ടീഷർട്ടും ആവശ്യത്തിന് ഭക്ഷണവും കൊടുക്കും. എന്നിട്ട് അവളോട് എന്തു പറ്റിയതാ, നീ ആരാ, നിന്റെ പേരെന്താന്നൊക്കെ ചോദിക്കും. ഈ പെൺകുട്ടിക്ക് അധികം സംസാരിക്കാനൊന്നും അറിയില്ല. അവൾ കയ്യിൽ 11 എന്നൊരു ടാറ്റു കുത്തിയത് അയാളെ കാണിക്കും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതാണ് അവളുടെ പേര്. എന്താ സംഭവിച്ചതെന്ന് 11 പറയാത്തത് കൊണ്ട് തന്നെ ബെന്നി ഹോക്കിൻസിലെ സോഷ്യൽ സർവീസ് സെന്ററിൽ വിളിച്ച് 11 എന്നൊരു പെൺകുട്ടി ആളുടെ കടയിൽ വന്ന കാര്യം അറിയിക്കും. ഈ 11 ഒരു കഴിവുണ്ട്. നോട്ടം കൊണ്ട് അവൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാൻ സാധിക്കും. ടെലികൈനസിസ് എബിലിറ്റി എന്നാണ് ഇതിന് പറയുന്നത്. അവൾക്കിപ്പോൾ ഒരു ഫാൻ കറക്കണമെങ്കിൽ സ്വിച്ച് ഇടേണ്ട കാര്യമില്ല, ഒന്ന് നോക്കിയാൽ മതി. പക്ഷെ നമുക്ക് ഫാൻ കറങ്ങണമെങ്കിൽ നമ്മൾ തന്നെ എഴുന്നേറ്റ് പോയി സ്വിച്ച് ഇടണം. ഹോപ്പർ പേരിനൊരു അന്വേഷണം നടത്തുമ്പോഴാണ് വില്ലിൻ്റെ സൈക്കിൾ വഴിയിൽ കിടന്ന് കിട്ടുന്നത്. പുറമെ ഹോക്കിൻസ് സിറ്റിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനത്തിലാണെങ്കിലും ഹോക്കിൻസിലെ ലാബിൽ ഒരു കൂട്ടം ആളുകൾ ലാബിന് വേണ്ടി ആ നാട്ടിലെ ആളുകളുടെ ഫോൺ ടാപ്പ് ചെയ്ത് കേൾക്കുന്നുണ്ട്. അതിലൂടെ ജോയ്സിൻ്റെ വീട്ടിലെ ഫോൺ സംഭാഷണങ്ങളും അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ജോയ്സ് ആണെങ്കിൽ വിൽ അവൻ്റെ അച്ഛൻ ലൂണിയുടെ അടുത്ത് പോയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി അയാളുടെ വീട്ടിൽ വിളിച്ച് തിരക്കുന്നുണ്ട്. ഫോൺ എടുക്കുന്നത് ലൂണിയുടെ ഇപ്പോഴത്തെ ഗേൾഫ്രണ്ടാണ്. ലൂണിയുടെ കയ്യിൽ അവളൊട്ട് ഫോൺ കൊടുക്കുന്നുമില്ല. ജോയ്സിനാണെങ്കിൽ വിൽ മിസ്സായതിൽ ആകെപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് വില്ലിൻ്റെ സൈക്കിളുമായി ഹോപ്പറും പോലീസുകാരും വരുന്നത്. ഹോപ്പർ ഇപ്പോഴും വിചാരിക്കുന്നത് വിൽ എല്ലാവരെയും പറ്റിക്കാനായി എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നാണ്. അയാൾ ആ വീട് മൊത്തം പരിശോധിച്ച് നോക്കുന്നുണ്ട്. ഇത് കണ്ട ജോയ്സിന് പിന്നെയും ദേഷ്യം വരും. വീട്ടിൽ ഒളിച്ചിരുന്നാൽ കാണാതിരിക്കാൻ വില്ലെന്താ വല്ല അരിമണിയുമാണോ? വില്ലിനെ കാണാത്തോണ്ട് നമ്മളും പുറത്തിറങ്ങി അവനെ അന്വേഷിക്കണമെന്ന് മൈക്ക് കരേനോടും ടെഡിനോടും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ കരേൻ പിള്ളേരെ പുറത്തേക്ക് വിടുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. എന്നാൽ എത്ര പറഞ്ഞിട്ടും മൈക്കിനത് മനസ്സിലാവുന്നുമില്ല. അവൻ ഭക്ഷണം കഴിക്കാതെ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകും. വില്ലിനെ കാണാത്തോണ്ട് പോലീസിനൊപ്പം നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ വില്ലിൻ്റെ അധ്യാപകൻ ക്ലാർക്കുമുണ്ട്. വിൽ നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്നൊക്കെ ക്ലാർക്ക് പറയുന്നത് കേട്ട ഹോപ്പർ എൻ്റെ മോൾ സാറയും നന്നായി പഠിക്കുമായിരുന്നെന്ന് പറയും. ഹോപ്പറിനൊരു മകളുണ്ടായിരുന്നു, സാറ. പക്ഷേ അവളിപ്പോൾ ജീവനോടെയില്ല. കരേൻ പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും മൈക്കിന് വില്ലിനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അവൻ വാക്കി ടോക്കി വഴി, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, 1983 കഥയല്ലേ, അപ്പോൾ വാക്കി ടോക്കി വഴി ലൂക്കസിനെ വിളിക്കും. ഇവർ രണ്ടും ഡസ്റ്റിനെയും കൂട്ടി വില്ലിനെ ആ രാത്രി തന്നെ തപ്പിയിറങ്ങാൻ പ്ലാനിടും.
അങ്ങനെ പോകാനിറങ്ങുമ്പോഴാണ് പെങ്ങളെ കാണാൻ രാത്രി മതിൽ ചാടുന്ന സ്റ്റീവിനെ മൈക്ക് കാണുന്നത്. ഇപ്പോൾ വീട്ടുകാരെ അറിയിച്ച അവന് വില്ലിനെ തപ്പി പോകാൻ പറ്റില്ല. ഇനിയും നീ ചാടുവല്ലോ, അന്നേരം നിന്നെ പിടിച്ചോളാം. ഇലവനും ബെന്നിയും തമ്മിൽ നല്ല കൂട്ടായി. അപ്പോഴാണ് അവിടേക്ക് സോഷ്യൽ സർവീസിലെ കോണി എന്ന ലേഡി ഇലവനെ കുറിച്ച് അന്വേഷിക്കാനായി വരുന്നത്. ഇലവൻ അകത്തുണ്ടെന്ന് മനസ്സിലാക്കിയ കോണി ബെന്നിയെ വെടിവെക്കും. വെടിയൊച്ച കേട്ട ഇലവന് അപകടം മനസ്സിലാവും. അവൾ രക്ഷപ്പെടാനായി പിറകിലത്തെ വാതിലിനടുത്തേക്ക് ഓടുമ്പോൾ അതേ ലാബിലെ ഗാർഡ്സ് പിന്നാലെ വരും. കോണി ഒറ്റയ്ക്കായിരുന്നില്ല, ഡോക്ടർ ബ്രണ്ണറും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഡോക്ടർ ബ്രണ്ണർ പോയി നോക്കുമ്പോൾ ഗാർഡ്സ് രണ്ടും നിലത്ത് വീണ് കിടപ്പുണ്ട്. ഇലവനെ കാണുന്നുമില്ല. ഈ സമയം വില്ലിനെ അന്വേഷിച്ച് അവൻ്റെ കൂട്ടുകാർ സൈക്കിൾ കിട്ടിയ ഭാഗത്തേക്ക് ചെല്ലും. വീട്ടിലാണെങ്കിൽ നാൻസിയും സ്റ്റീവും പ്രണയസല്ലാപത്തിലാണ്. ജോയ്സും ജൊനാഥനും വില്ലിനെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ലൂണി പോയതോടെ രണ്ടു മക്കളെയും വളർത്താനുള്ള ഓട്ടത്തിനിടെ ജോയ്സിന് പലപ്പോഴും പിള്ളേരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ജൊനാഥനാണെങ്കിൽ ജോയ്സ് അറിയാതെയാണ് പാർട്ട് ടൈം ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവനും വില്ലിനെ അധികം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം ആശ്വസിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ കരഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഈ സമയത്താണ് ഫോൺ അടിക്കുന്നത്. ജോയ്സ് ഓടിപ്പോയി ഫോൺ എടുക്കും. ആരും സംസാരിക്കുന്നില്ല. ആരുടെയോ ശ്വാസത്തിൻ്റെ നേരിയ ശബ്ദം മാത്രം കേൾക്കാം. പെട്ടെന്ന് അത് വില്ലാണെന്ന് ജോയ്സിന് മനസ്സിലാകും. പക്ഷെ അവൻ ഒന്നും മിണ്ടുന്നില്ല. ഫോണിലൂടെ പെട്ടെന്ന് കറണ്ട് പാസ്സായി ജോയ്സിന് ഷോക്ക് അടിക്കും. ഒപ്പം ആ ഫോണും ചീത്തയാകും. ജൊനാഥൻ ഉടനെ ഫോൺ എടുത്തു നോക്കും. പക്ഷെ അപ്പോഴേക്കും അത് കട്ടായി, ചീത്തയായി പോയായിരുന്നല്ലോ. വിളിച്ചത് വിൽ തന്നെയാണെന്ന് ജോയ്സ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. മഴ പെയ്തിട്ടും പിന്മാറാതെ ആ രാത്രി മൈക്കും ലൂക്കസും ഡസ്റ്റിനും കൂടി വില്ലിനെ അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് എന്തോ അനങ്ങുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. അവിടേക്ക് ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ മഴ നനഞ്ഞു നിൽക്കുന്ന ഇലവനെ കാണും. അതോടെ എപ്പിസോഡ് 1 ഇവിടെ അവസാനിക്കും.